പ്രേക്ഷകരെ കണ്ടില്ലേ പൂരപ്പെരുമ? തൃശൂരിൽ പൂരങ്ങളുടെ പൂരമാണ്. ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് നടക്കുകയാണ്. കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 9 ആനകളുടെ അകമ്പടിയോടുകൂടിയാണ് കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിയത്. മറ്റു ചെറുപൂരങ്ങളും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തും. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. രാമന്റെ വരവായി കേട്ടോ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റി ചെമ്പൂക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളത് മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ്. അത് 11:30 നടക്കുക. കിഴക്കൂട്ടനിയന്മാരുടെ പ്രമാണിത്വത്തിൽ ഇലഞ്ഞിത്തറ മേളം 2:30 വൈകിട്ട് കുടമാറ്റം. 15 മിനിറ്റ് നേരമായിരിക്കും കുടമാറ്റം ഉണ്ടാവുക. പൂരക്കാഴ്ചകളൊക്കെ നമുക്ക് കാണണം, കേൾക്കണം. പൂരക്കാഴ്ചകൾ തത്സമയം റിപ്പോർട്ടറിൽ പ്രേക്ഷകർക്ക് കാണാം. പൂരവിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മളോടൊപ്പം ജെയ്സൺ ചാമോളപ്പിലും VS രഞ്ജിത്തും അർജുൻ കല്യാടും അർജുൻ മട്ടന്നൂരും ഷാഹിദ് റഹ്മാനും ഒക്കെ ചേരുകയാണ്. ആദ്യം നമ്മൾ VS രഞ്ജിത്തിലേക്കും ജെയ്സൺ ചാമോളപ്പിലേക്കും പോവുകയാണ്. അവരോടൊപ്പം നമുക്കൊരു പൂരാതിഥിയുണ്ട്. പൂരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന മുഖങ്ങളിൽ ഒന്ന് ജയരാജ് വാര്യർ. ജെയ്സൺ, കേൾക്കാമെന്ന് വിചാരിക്കുന്നു. പൂരം അതിന്റെ ആഘോഷ ലഹരിയിലാണ്. ഘടകപൂരങ്ങൾക്കൊക്കെ എത്തിത്തുടങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ആഘോഷം അവിടെ ഉണ്ടായിരിക്കും. കാഴ്ചകളാണ് അല്ലേ ജെയ്സൺ ഇന്ന് മുഴുവനും പൂരപ്പറമ്പിൽ? മാധു, ഈ തൃശ്ശൂർ പൂരം നമുക്ക് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഈ ആഘോഷങ്ങളിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മുണ്ടത്തിക്കോട് മരിച്ചവരുടെ ആ സ്മരണയ്ക്ക് മുന്നിൽ നമുക്കൊരു ആദരാഞ്ജലി അർപ്പിക്കാതെ ഈ പൂരത്തിന്റെ ആഘോഷത്തിലേക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മരിച്ച 15 പേരുടെയും അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതിനുശേഷം മാത്രമേ നമുക്ക് പൂരത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ. ആ സ്മരണയിൽ മാത്രമാണ് ഇത്തവണത്തെ പൂരമുണ്ടാവുക. കാരണം പൊലിഞ്ഞത് 15 ജീവനാണ്. പക്ഷേ അതിന് അതിജീവിക്കേണ്ടത് ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ആവശ്യമാണ്, ഒരു പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ദുഃഖങ്ങളുണ്ടാകുമ്പോഴും അതിനെ അതിജീവിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാരണം. അത്തരത്തിലുള്ള അതിജീവനമായി മാത്രമേ നമുക്ക് ഇത്തവണത്തെ പൂരത്തെ കാണാൻ കഴിയൂ, അല്ലേ? തീർച്ചയായിട്ടും. അതായത് പൂരം കലണ്ടറിൽ പൂരം കാണാൻ പോവുക എന്ന് പറയുന്നത് അതിലൊരു പോയിന്റാണ് അല്ലേ? മലയാളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഘോഷങ്ങളും ആണ്ടർതികളും ഒക്കെയാണ് മലയാളികൾക്ക് അവരുടെ കാലചക്രം ഇങ്ങനെ കടന്നു പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതിലൊന്ന് തൃശ്ശൂർ പൂരമാണ്. ഈ വർഷത്തെ തൃശ്ശൂർ പൂരം കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ വർഷത്തെ തൃശ്ശൂർ പൂരം ഇന്നാണ്. അത് മലയാളി കലണ്ടറിൽ നോട്ട് ചെയ്ത് വെക്കുന്ന ദിനമാണ് അല്ലേ? അപ്പോൾ ജയരാജ് വാര്യർ നമുക്കൊപ്പം ഉണ്ട്. എന്താണ് ഈ വർഷത്തെ പൂരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാനുള്ളത്? ഈ വർഷത്തെ പൂരത്തെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ജെയ്സൺ പറഞ്ഞു കഴിഞ്ഞു. നമ്മെ വിട്ടുപോയ, ജീവൻ പൊലിഞ്ഞുപോയ, നമ്മുടെ ഒരു കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായ ഒരു വലിയ ദുരന്തം, അവർക്കാണ് ആദരാഞ്ജലികൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വടക്കുന്നാഥനിൽ പ്രാർത്ഥിച്ചത്, ഞാൻ കണിമംഗലം പൂരാണകത്ത് പൂരത്തോടൊപ്പം വന്ന് ഞാൻ വടക്കുന്നാഥനോട് പ്രാർത്ഥിച്ച് ലോക സമാധാനത്തിന് വേണ്ടിയാണ്. ആകാശത്തും ഒരുപാട് വേറെ തരത്തിലുള്ള യുദ്ധഭീഷണികൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ വിദേശത്തുള്ള സുഹൃത്തുക്കളെയും നമ്മളെയും ബാധിച്ചിട്ടുണ്ട്. പല ഹോട്ടലുകൾ അടയ്ക്കുന്നു, നമുക്ക് പല പാചകവാതകം കിട്ടാനില്ല. അപ്പോൾ അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ജീവൻ പൊലിഞ്ഞു പോയ, നമ്മുടെ കരിമരുന്ന് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പാവപ്പെട്ടവരായ നമ്മുടെ സഹോദരങ്ങളുടെ വിയോഗം, അതിനൊക്കെ വേണ്ടി, അവർക്കൊക്കെ വേണ്ടിയാണ് ഈ ലോകത്ത് സമാധാനവും ഉണ്ടാവാൻ വേണ്ടി. അതിനാണ് ഞാൻ ഇന്ന് ആദിയോഗിയായ വടക്കുന്നാഥനോട് പ്രാർത്ഥിച്ചത്. പക്ഷേ പൂരം ഇവിടെ നടക്കുമ്പോൾ ആചാരപ്രകാരമാണ് പൂരം നടത്തുന്നത്. പൂരം ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ഈ വീട്ടിലിരിക്കാൻ പറ്റില്ല. തൊഴാൻ വന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഈ പൂരം, ഈ വർഷത്തെ പൂരം 2026 ഈ പൂരം 228ാമത്തെ പൂരാണ്. ഇത് നമ്മുടെ സാംസ്കാരിക മഹിമയാണ്. എനിക്ക് തോന്നുന്നു ഈ നഗരം എന്ന് പറയുന്നത്, തൃശ്ശൂർ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഖ്യാതിയും പ്രൗഢിയും എല്ലാം തൃശ്ശൂർ പൂരാണ്. ഒട്ടനവധി ആളുകളെയും ഒട്ടനവധി സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ വലിയ പ്രഗത്ഭന്മാരെയൊക്കെ നമുക്ക് കണ്ടെത്താമെങ്കിലും
തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഈ വടക്കുന്നാഥൻ്റെ മഹാഗോപുരം പോലെ, അല്ലെങ്കിൽ നെയ്യിൽ ഒളിച്ചിരിക്കുന്ന സാക്ഷാൽ ശ്രീ വടക്കുന്നാഥൻ്റെ എന്താ പറയേണ്ട നെയ്മല ചൂടിയ വടക്കുന്നാഥൻ്റെ ആ ഉയരത്തിലിരിക്കുന്ന പ്രൗഢി പോലെ അതിനേക്കാൾ മുകളിൽ തൃശ്ശൂർ പേരൂർ എന്ന് പറയുന്ന നഗരമില്ല. എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പൂരങ്ങളും ഇതൊക്കെയും കാണുന്നുണ്ട്. ഇത്രയും റിസ്ക് ഉള്ള എന്നാൽ സുരക്ഷിതമായി പതിനായിരക്കണക്കിന് ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു പരിപാടി. കാരണം എത്രയോ ആളുകളുടെ കാലിൻ്റെ ഇടയിലേക്ക് നിൽക്കുക, അത്രയും തിരക്ക്, ഇത്രയും ചെറിയ സ്ഥലത്ത് വലിയ വെടിക്കെട്ട്, ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു സ്ഥലം. അതാണ് സത്യത്തിൽ തൃശ്ശൂർ. സ്ഥലത്തും ഇങ്ങനെ കാണാൻ കഴിയില്ല നിങ്ങൾക്ക്, ഇത്രയും ചെറിയൊരു. അതുകൊണ്ടാണ് തൃശ്ശൂർ പൂരങ്ങളുടെ പൂരം എന്ന് പറയുന്നത്. എത്രയോ പൂരങ്ങൾ ഫെബ്രുവരി മാസം മുതൽ തുടങ്ങുന്നു. തിരുവല്ലാമലയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്, കുട്ടനെല്ലൂരിൽ നിന്ന് തുടരുന്നതാണ്. അതുകൊണ്ട് ഈ തൃശ്ശൂരിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്, ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ചെറിയ അനിഷ്ടങ്ങൾ സംഭവിച്ചാലും തൃശ്ശൂർ പൂരം നിലനിൽക്കണമെന്ന് തന്നെയാണ് തൃശ്ശൂരിൻ്റെ മനസ്സറിയുന്ന, തൃശ്ശൂരിൻ്റെ രക്തമായ എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഞാൻ 56 വർഷമായി പൂരം കാണാൻ കൗണ്ട് ചെയ്യുന്നു.